ഹായ് ഹലോ നമസ്കാരം. വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒറ്റയ്ക്കും തന്നയ്ക്കൊക്കെയാണ് എടുക്കുന്നത്. എല്ലാവരും പോയി. ഓ സ്റ്റാൻഡേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങിപ്പോകും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് റെസിപ്പി ആയിട്ടല്ല വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള എണ്ണപ്പാത്രം, അത് സ്റ്റീൽ പാത്രം വളരെ വൃത്തികേടായിട്ടുള്ള രീതിയിലാണെങ്കിൽ പോലും എങ്ങനെ വെട്ടിത്തിളങ്ങണ പോലെ വൃത്തിയാക്കാം എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോണത്. ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 3-4 മാസം ഞാൻ തൊടാണ്ട് വെച്ചിരിക്കുകയായിരുന്നു. എന്താ കാര്യം, ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഞാനത് വൃത്തിയാക്കി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അടുത്ത മാസം എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അത്രയ്ക്ക് വൃത്തികേടാവില്ല, പെട്ടെന്ന് വൃത്തിയായ പോലെ തോന്നും. അപ്പം നിങ്ങൾക്ക് തന്നെ തോന്നും ഇതെന്താ ഇത് പറ്റിക്കലല്ലേ എന്ന് തോന്നിക്കും. അങ്ങനെ വേണ്ട, നിങ്ങൾക്ക് കറക്റ്റായിട്ട് വൃത്തികേടായിട്ടുള്ള ലെവലിലേക്ക് ആക്കണം എന്ന് പറഞ്ഞ് ഒരു കഴിഞ്ഞ 4 മാസമായിട്ട് വൃത്തികേടായിട്ടുള്ള ലെവലിലേക്ക് തന്നെ ആ എണ്ണപ്പാത്രത്തിനെ അവിടെ വെച്ച്, ബാക്കിയുള്ള വേറെ ഇതിലായിരുന്നു ഞാൻ എണ്ണ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ആ എണ്ണപ്പാത്രം അതുപോലെ ഇരുന്ന് വൃത്തികേടായതിന് ശേഷമാണ് ഈ ഒരു പ്രോസസ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതുപോലെ ചെയ്തു നോക്കൂ. മാസത്തിൽ ഒരിക്കൽ ചെയ്താൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വൃത്തിയായിട്ട് എണ്ണപ്പാത്രങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പം നമുക്ക് തുടങ്ങാം. ഏതൊരു വീട്ടിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ എണ്ണപ്പാത്രം വൃത്തിയാക്കൽ ഒരു ബഹളമയം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് ഞാൻ ഒരു 3 മാസമായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം, ഇത്രയും വൃത്തികെട്ട ലെവലിലേക്ക് ആക്കാൻ വേണ്ടി മാത്രം ഞാൻ ആക്കി വെച്ചിരിക്കുകയായിരുന്നു. എന്താ കാരണം, 1 മാസം കഴുകിയാൽ തന്നെ വൃത്തിയാവുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു വൃത്തികേട് ആവട്ടെ എന്നും പറഞ്ഞ് ആക്കി വെച്ച പാത്രങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ പാത്രം, നീളം കൂടിയ പാത്രം, വീതി കൂടിയ പാത്രം ഏതാണെന്ന് വെച്ചാൽ എടുത്തോളൂ. എൻ്റെ കയ്യിൽ ഇത്തിരി വീതി കൂടിയ പാത്രം എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഡ്ഡലി പാത്രം മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളമാക്കിയിട്ട് ഞാൻ ഈ എല്ലാ നമുക്കുള്ള എണ്ണപ്പാത്രങ്ങൾ മുഴുവൻ തന്നെ അതിലേക്ക് മുക്കി വെക്കുകയാണ്. എന്നിട്ട് ആദ്യം ഇതൊന്ന് ചെയ്തിട്ട് വീണ്ടും നമുക്ക് അതിലേക്ക് വെള്ളം നിറച്ചു കൊടുക്കാം. ആദ്യം ഇതൊന്ന് സെറ്റാക്കുക. എന്നതിന് ശേഷം നമുക്ക് നല്ലോണം വെള്ളം നിറച്ചിട്ട് അതെല്ലാം മുങ്ങി ആവണ വരയ്ക്കും നമ്മൾ അതിനെ മുക്കിയെടുക്കുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. നിങ്ങൾ എങ്ങനെയാണ് കഷ്ടപ്പെട്ടിട്ട് ചെയ്യണ്ട എന്ന ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇത്രത്തോളം വെള്ളാക്കി. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഇത് നല്ല പോലെ ഒരു ചെറിയ രീതിയിൽ കുമിളകളോട് കൂടിയിട്ട് ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് എന്താണ് ഇതിന് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഈനോ ഫ്രൂട്ട് സോൾട്ട് അഥവാ ബേക്കിംഗ് സോഡ എന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ഈനോ ഫ്രൂട്ട് സോൾട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ വിനീഗർ വേണം, പിന്നെ നമ്മുടെ ലിക്വിഡ് ഡിറ്റർജൻറ്റ് വേണം. ഇതെല്ലാം തന്നെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നോക്കുമ്പോൾ ചെറിയ ചെറിയ കുമിളകളായിട്ട് വരുന്നുണ്ട്. ഞാൻ അടച്ചു വെച്ചിരിക്കുകയാണ് ഇഡ്ഡലി തട്ട്. രാവിലത്തെ ആ ഒരു പ്രോസസ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണേട്ടിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടിയിട്ടാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചാൽ ഇത് തിളയ്ക്കണം നല്ലപോലെ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ആക്കി വെച്ചിരിക്കുന്നത്. ചെറിയ ചെറിയ കുമിളകൾ വരണ സമയത്ത് 3 സ്പൂണോളം വരുന്ന ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ഈനോ ഫ്രൂട്ട് സോൾട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ലേശം വിനീഗർ ഒഴിച്ചു കൊടുക്കുക. വിനീഗറിനൊന്നും കണക്കൊന്നുമില്ല കേട്ടോളേ, ലേശം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതേമാതിരി തന്നെ ലിക്വിഡ് സോപ്പിനും കണക്കൊന്നുമില്ല. അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതങ്ങോട്ട് നല്ലോണം കിടന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് അങ്ങടും ഇങ്ങടും ഒക്കെ ഒന്ന് ഈ പാത്രങ്ങളെ ഒന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കണം. എന്താ കാരണം എന്ന് വെച്ചാൽ മുക്കിലും മൂലയിലും ഒക്കെ പോയിട്ട് ആ എണ്ണമയം ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മുകളിൽ കംപ്ലീറ്റ് പതയോട് കൂടിയിട്ട് നിൽക്കുന്ന ഒരു ഫോർമേഷൻ ആയിട്ടുള്ള തിളക്കലാണ് വരിക. ഈ പാത്രങ്ങളൊക്കെ മുകളിലേക്ക് പൊന്തി വരും. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് നിങ്ങൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു മെനക്കെട്ട പണി മാത്രമേ ഇതിൽ നമുക്കുള്ളൂ. ഈ അങ്ങടും തിരിച്ച് ഇളക്കി കൊടുക്കുക എന്നുള്ള മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഞാൻ അവിടെ ഇടയിൽ നിന്നിട്ട് ഞാൻ അവിടേക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോളെ.
അങ്ങനെ കുറച്ച് ഇളക്കിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് നന്നായിട്ട് തിളയ്ക്കുന്ന വെള്ളമായിട്ടുള്ള രീതിയിൽ കാണാം. അതുമാത്രമല്ല, നമുക്ക് പതട മുകളിൽ വരുന്ന എണ്ണയുടെ ആ മയവും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരുമാതിരി ബ്രൗൺ കളർ പതയായിട്ട് ഇങ്ങനെ വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെട്ടിത്തിളക്കേണ്ട എല്ലാ ഭാഗത്തേക്കും നമ്മളിങ്ങനെ തട്ടി 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 ആക്കി കൊടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് നമ്മുടെ എണ്ണമയം മുഴുവൻ ഒരുമാതിരി വെള്ള കളർ പോലെ ആയി നിൽക്കുന്നുണ്ടാവും. ഇതാണ് കറക്റ്റ് സ്റ്റേജ്. അതായത് ഒരു വെള്ള കളർ പോലെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പൂണ് കൊണ്ട് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ആ സ്പൂണിൻ്റെ ആ ഒരു ഇതിൽ തന്നെ ഫോഴ്സിൽ തന്നെ അത് പോകുന്നുണ്ട് എന്ന് കണ്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദെൻ അത് കറക്റ്റായി എന്നർത്ഥം. അപ്പോൾ ഏകദേശം എനിക്ക് സമയം എടുത്തിരിക്കുന്നത് ഇപ്പോൾ കണ്ടോ, ഞാൻ എങ്ങനെ ചെയ്യണത്, ആ സമയത്ത് അത് പോണ കണ്ടോ, അത്രയും ഇളകി നിൽക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഏകദേശം സമയം നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റോളം നന്നായിട്ട് വെട്ടിത്തിളക്കിണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ അത് ചെയ്തു കൊടുത്ത സമയത്ത് അത് നല്ല പോലെ അങ്ങനെ ഇളകി വരണു എന്ന് കണ്ടപ്പോൾ ഞാൻ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യാൻ പോവാണ്. എല്ലാ ഭാഗത്തും ഞാൻ ആക്കി നോക്കുന്നുണ്ടായിരുന്നു, ബിക്കോസ് എല്ലാ ഭാഗത്തും വൃത്തികേട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ സ്പൂണുകൊണ്ട്, കത്തിയോണ്ട് ചെയ്യരുത്, സ്പൂണുകൊണ്ട് നല്ല പോലെ ഇളക്കിയിട്ട് ആ ഭാഗം ഒന്ന് ചുരണ്ടി നോക്കുക. നിങ്ങളുടെ സ്പൂൺ കൊണ്ട് പോണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്കട് യൂസ് ചെയ്തിട്ട് നമുക്കതിനെ കംപ്ലീറ്റ് ആയിട്ട് പുറത്തെടുക്കാം. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വില പോലും ഞാൻ കളഞ്ഞിട്ടില്ല. അത്രയ്ക്ക് ആ ഒരു ലെവലിലേക്കാണ് കാര്യങ്ങൾ വൃത്തികേടായിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് ചെയ്തത്. ഇനി നമുക്ക് വേണ്ടത് സാധാരണ പൊടി ഉപ്പ്, നമ്മൾ ഭക്ഷണത്തിനൊക്കെ ഉപയോഗിക്കില്ലേ ഉപ്പ്, ആ പൊടി ഉപ്പ് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് വിതറി കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ്, ആ ലിക്വിഡും അതിൻ്റെ മുകളിലേക്ക് നല്ല പോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി വെള്ളം തൊടാതെ, ഒരു ഡ്രോപ്പ് പോലും വെള്ളം നനയ്ക്കാതെ നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് പാത്രം മൂറുക. അത്ര തന്നെ. നല്ലോണം നമുക്ക് അങ്ങോട്ട് എന്താ പറയുക, ഒരുപാട് സ്ട്രെയിൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നല്ല ആ ഉപ്പിൽ കൂടെ നമ്മുടെ ആ ഡിഷ് വാഷറും കൂടി, ആ ഡിഷ് വാഷ് ലിക്വിഡും കൂടി ചേരുമ്പോൾ ഈ കറകൾ മുഴുവൻ അങ്ങോട്ട് പോയി കിട്ടും. ഓക്കെ, ഇതുപോലെ നല്ല പോലെ ഉള്ളിലൊക്കെ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഇതൊക്കെ നമ്മൾ എന്താ പറയുക, ഒരു ടെൻഷനും ഇല്ലാണ്ട്, ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട്, കൈയൊന്നും വേദനിക്കാതെ നമുക്കിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ തന്നെ വരണ പോലെ ആയിരിക്കും ഈ ഉപ്പും ഡിഷ് വാഷ് ലിക്വിഡും കൂടി ചേരുന്ന സമയത്ത് ആ ഒരു മരമരപ്പ്. ഓക്കെ, ഇനി നമ്മളൊന്ന് വാഷ് ചെയ്ത് കഴിയണ സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം ക്ലിയർ ആയിട്ട് കാണാം. എത്ര എണ്ണമായി ഉള്ള ആ ഒരു പാത്രം ഇതുപോലെ ആയി എന്നുള്ളത്. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, നോർമൽ ആയിട്ടുള്ള ലിക്വിഡ് അല്ലേ, ഇതിൻ്റെ അഴുക്ക് വന്ന് നിൽക്കണ കണ്ടോ, നോർമൽ ആയിട്ടുള്ള ഡിഷ് ലിക്വിഡ് ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചിലേക്ക് ആക്കിയിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് പാത്രം മൂറുക. ഇത് നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, പൊതുവേ ഞാൻ ഒന്നും കൂടി ആ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം കൊണ്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് മോറി എടുക്കും. അപ്പോഴേ ആ പതയും എല്ലാം കൊണ്ട് എനിക്കൊരു തൃപ്തി ആവുള്ളൂ. അതുകൊണ്ട് ഉള്ളിലൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ച് മോറി വെച്ച് കഴിഞ്ഞാൽ നല്ല വെട്ടി മിന്നി തിളങ്ങുന്ന പോലെയുള്ള പാത്രങ്ങളാണ്, നിങ്ങളുടെ സ്റ്റീൽ പാത്രങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുക. ഇതിനിപ്പോൾ എണ്ണ പാത്രം തന്നെ വേണമെന്നൊന്നുമില്ല. ഗ്രീസി ആയിട്ടുള്ള ഏത് സ്റ്റീൽ പാത്രവും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഒന്ന് തിളപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പ്രോസസ്സ് ഒന്ന് നോക്കൂ, എത്ര ക്രിസ്റ്റൽ ക്ലീൻ ആയിട്ടാണ് നിൽക്കണമെന്നുള്ളത്. എണ്ണപ്പാത്രമൊക്കെ പൊതുവെ നല്ല പോലെ ഇങ്ങനെ ഷൈനായി കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വൃത്തിയും നല്ലൊരു സമാധാനവും തോന്നൂല്ലേ. വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. പാത്രം മോറിക്കഴിഞ്ഞ് എല്ലാം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടുള്ള ടിഷ്യൂ പേപ്പറോ തുണിയോ കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് തുടച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും സമാധാനമായിട്ടുള്ള വേറൊരു കാഴ്ച നിങ്ങൾ കാണില്ല. നല്ല സൂപ്പറായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള രീതിയിലുള്ള പാത്രങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഇത് ഞാൻ രാവിലെ നേരത്തെ തന്നെ ചെയ്തു വെച്ച ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മക്കിളി ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ രാവിലെ ഒരു 7:30 ആകുമ്പോഴേക്കും തന്നെ എൻ്റെ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞു. അതുകൊണ്ട് അമ്മക്കിളി എണീറ്റിട്ടുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ രണ്ടാമത്തെ ആ നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള രണ്ടാമത്തെ ഇലയ്ക്ക് ഇതേമാതിരി തന്നെ ഉപ്പും ഞാൻ ആ ഒരു ലിക്വിഡും കൂടി ചേർത്തിട്ട് അതേപോലെ തന്നെ നന്നായിട്ട്
അതിനെ കഴുകിയെടുത്തു. എന്നിട്ട് നിങ്ങൾ നോക്കൂ, അതേപോലെ വെട്ടിത്തിളങ്ങുന്ന പഴയ നമ്മൾ എങ്ങനെയാണോ വാങ്ങിച്ചത് അതുപോലെ തന്നെ തിളങ്ങി നിൽക്കുന്ന പോലത്തുള്ള പാത്രങ്ങളായിരിക്കും നിങ്ങൾക്ക് നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക. ഈ ഒരു മാർഗം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബിക്കോസ് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ എന്താ പ്രശ്നം വെച്ചാൽ പല പല രീതിയിലും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ആ വക്കും മൂലയും മുക്കും ഒന്നും പോവില്ല. ആ അഴുക്ക് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മാർഗത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടുള്ളൂ. അപ്പോൾ നല്ല സൂപ്പർ വൃത്തിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു എണ്ണപ്പാത്രം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് നീറ്റായിട്ട് പറ്റും. രണ്ടെണ്ണവും ഞാൻ വൃത്തിയാക്കി കഴിഞ്ഞ് തുടച്ച് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് നിങ്ങൾ കാണുന്നത്. ആദ്യം എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ കാണാം. രണ്ടാമത് ക്ലീൻ ആയതിനു ശേഷം എത്ര വൃത്തിയായി എന്നുള്ളത് നിങ്ങളൊന്ന് കാണുക. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബിക്കോസ് ഇതൊക്കെ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കാണ്. അപ്പോൾ അടുത്ത സെറ്റ് ഇട്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ മറ്റേതിൽ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്ത സെറ്റ് തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ അമ്മക്കിളി നോക്കി പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്തറിയോ, എന്താ നീ ചെയ്തിരിക്കുന്നത്? എനിക്ക് വീട്ടിലും ഇതേമാതിരി ഞാനൊരു പാത്രത്തിൽ എണ്ണ ആക്കി വെക്കാറുണ്ട്. അത് എന്ത് ഇതായാലും ഞാൻ നോക്കിയാലും വിം ലിക്വിഡ് ഇട്ടിട്ടും എന്തൊക്കെയോ ഞാൻ ചെയ്ത് നോക്കി, ചുടുവെള്ളം ഒഴിച്ചിട്ടും ഒക്കെ നോക്കി. അത് പോണേ കൈ വേദനിക്കും. അതെങ്ങനെ എന്താണ് പറയാ, ഇതുമാതിരി പിടിച്ച മാതിരി ഇങ്ങനെ ഡാൽഡയൊക്കെ ഇങ്ങനെ പിടിച്ചാ എങ്ങനെ ഉണ്ടാവും അതുമാതിരി. ഈ ഓരം മുക്ക് മൂല ഒന്നും പോയില്ല. ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. ഇതിലിപ്പോ ഞാൻ വേണ്ടത് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ അമ്മ ബൈ ദ വേ ഞാനിത് ചെയ്തോണ്ടിരിക്കുമ്പോ അമ്മ നല്ല ഉറക്കായിരുന്നു. രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. എണീറ്റ് വന്ന് നോക്കുമ്പോണ്ട് പുതിയതായിട്ട് ഇരിക്കുന്ന എണ്ണപ്പാത്രങ്ങൾ. അപ്പോഴാണ് അമ്മയ്ക്ക് ആകെ വല്ലാണ്ടായത്. ഇങ്ങനെ വൃത്തിയാവുമോ എന്ന് ചോദിച്ചിട്ട് വന്നത്. അപ്പൊ ഇതില് ആഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സാധാരണ സോപ്പ് ലിക്വിഡ്, കുറച്ച് സോഡ, പിന്നെ വൈറ്റ് വിനീഗർ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ നന്നായിട്ട് 10-20 മിനിറ്റ് നന്നായി തിളപ്പിച്ച് നമ്മുടെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ വരണ്ട് നോക്കുമ്പോ ആ സാധനം ഇങ്ങനെ വരണ പോലെ തോന്നിക്കുമ്പോ നമ്മൾ എടുത്തിട്ട് ചുടുക്കനെ എടുത്തിട്ട് ഉപ്പും എന്താണ് പറയാ വീണ്ടും ലിക്വിഡും കൂടി ഇട്ടിട്ട് സ്ക്രബിൽ തേച്ചാൽ കടകടകടകടേന്ന് പോവും. ഇനി ഇത് തിളക്കട്ടെ. മറിച്ച് ഇട്ട് കൊടുത്ത് തിളപ്പിക്കാൻ നമുക്ക്. ഞാൻ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ ഇത് ചെയ്യാം. എന്താ വെച്ചാൽ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അത് രണ്ടും ഇട്ടപ്പോ എനിക്ക് സ്പേസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത് ഞാൻ എടുത്തു വെച്ചാൽ ശരി നിങ്ങൾ എണീറ്റ് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എണീറ്റ് വന്നത്. മറ്റേത് നോക്ക്, നന്നായി തിളങ്ങുന്നത്. അതന്നെ എന്ത് വൃത്തിയിലാണ് ഇരിക്കണെന്ന് നോക്കി ഞാന് എന്താണ് സംഭവം എന്ന് എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. എങ്ങനെ ഇങ്ങനെ ആക്കിയെടുത്തു എന്ന് നോക്കി. പിന്നെ അവിടെ വെള്ളം തിളപ്പിച്ചിരിക്കുന്ന കണ്ടപ്പോ വിചാരിച്ചു അടിഭാഗം തൊട്ട് ഈ ഒരു വക്ക് തൊട്ടൊക്കെ പോയിരിക്കണ എല്ലാം പോയി. പെട്ടെന്നാവും, കൈ കേട് വരില്ല. അതന്നെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇത്രയും വീട്ടിൽ നിന്നിട്ട് ഇങ്ങനത്തുള്ള ഒരു തൂക്കുമാതിരിയുള്ള പാത്രത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് കഴുകിയിട്ട് വൃത്തിയാവില്ല കണ്ടപ്പോ പ്ലാസ്റ്റിക്കിലാക്കിയിട്ട് നെയ്യിന്റെ ബോട്ടിൽ ഉണ്ടാവില്ലേ അതിലേക്ക് ഒഴിക്കും. എന്നിട്ട് ഒരു മാസം കഴിഞ്ഞ് അതിനെ കളയും. അയ്യേ, എന്തിനാണ് പ്ലാസ്റ്റിക് ഒക്കെ ഉപയോഗിക്കുന്നത്? പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കണ്ട അമ്മ, ഇങ്ങനത്തെ സ്റ്റീലല്ലേ നല്ലത്. സ്റ്റീലാക്കിയിട്ട് വൃത്തികേട് പോണില്ല കണ്ടപ്പോ ഒട്ടിയിട്ടേ ഇരിക്കണു. അതുകൊണ്ട് ഇപ്പൊ മനസ്സിലായല്ലോ ഇങ്ങനെ ചെയ്താൽ ശരിയാവും എന്നുള്ളത്. ഇത് പെർമനന്റ് അല്ലേ, നമുക്ക് നീറ്റ് ആയിരിക്കുമല്ലോ. എണ്ണ ഒഴിച്ചു വെക്കണ കണ്ടാൽ തന്നെ ഭംഗിയല്ലേ. 2 മാസം കൂടുമ്പോ നേരാക്കിയാ കൂടെ മതി. ഞാനിപ്പോ എന്തിനാണെന്ന് വെച്ചാല് ഈ ഒരു വൃത്തിയാക്കേണ്ട പ്രോസസ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു 6 മാസം 3 മാസം 4 മാസമായി ഒന്ന് വൃത്തിയാക്കിയിട്ട്, എന്നാലേ ഇതില് കറക്റ്റ് ആയിട്ട് ഇപ്പൊ എനിക്ക് പിടിക്കുള്ളൂ. ഇതേ തന്നെ ഞാനിപ്പോ 1 മാസം കഴിഞ്ഞിട്ട് ചെയ്തു വെക്കും ഈ പ്രോസസ്സ്. ഇത്ര വൃത്തികേടായിട്ടുണ്ടാവില്ല. അപ്പൊ എങ്ങനെ എനിക്ക് നമുക്കിപ്പോ വിനീസ് കിച്ചൺ കാണുന്നവർക്ക് ഇതിപ്പോ എങ്ങനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കുക? ഇത്രയും വൃത്തികേടായാലും നിങ്ങൾക്ക് ഇത്ര വൃത്തിയാക്കാം എന്നുള്ളത് പറയാൻ വേണ്ടിട്ട് ഒരു 4 മാസമായിട്ട് ഞാൻ തൊടാണ്ട് ഇരിക്കുകയാണ്. ഇങ്ങനെ ഒട്ടിക്കൊണ്ടിരിക്കട്ടെ എന്നും പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ കണ്ടു നീറ്റായിട്ട്. ഇനി നിങ്ങൾ പോയാലും അവിടെ പോയാലും ശാന്തരടുത്ത് പറഞ്ഞിട്ട് തിളപ്പിച്ച് എന്താണ് ഇത്തിരി എനിക്ക്
പാത്രമില്ല മുങ്ങണ പോലെ. നിങ്ങളൊക്കെ പോണി വെച്ചാൽ മതി, അരിക്കീര പോണി വെച്ചാല് നല്ലോണം കുതിർന്ന് ഉള്ളിലേക്ക് പൊക്കോളും. ഞാൻ എത്ര ഇതാണ് അറിയോ ഇതുപോലെ ചെയ്യണത്. എണ്ണപാത്രങ്ങള് വൃത്തിയായിരിക്കും. വൃത്തിയായിരിക്കും. എന്തിനാണ് വേണ്ടാത്ത പണിക്ക് അല്ലെങ്കിൽ. ഞാനിപ്പോ എന്നിട്ട് വൃത്തിയാവാത്ത കാരണം പ്ലാസ്റ്റിക്കിൽ ഒഴിക്കും. നെയ്യ് കഴിഞ്ഞ പാത്രത്തിൽ ഒഴിച്ചിട്ട് അത് കഴിഞ്ഞ് അങ്ങനെ നെയ്യ് പാത്രം കളയും. പക്ഷെ ഒന്നാമത്തത് പ്ലാസ്റ്റിക് നന്നല്ല അമ്മേ. ഇല്ലെങ്കിൽ കുപ്പി വാങ്ങിക്കണം. കുപ്പിയിലും വൃത്തികേടാവും. 1 മാസത്തിൽ ഒരിക്കൽ ഇതേ സംഭവം തന്നെ നിങ്ങൾ കുപ്പിയിൽ ചെയ്ത് നോക്കി, വെട്ടിത്തിളങ്ങും കുപ്പി. പക്ഷെ നമുക്ക് എപ്പോഴും എന്തറിയോ, ഈ സ്റ്റീൽ പാത്രത്തിൽ എണ്ണ ഒഴിച്ച് വെക്കുമ്പോഴുള്ള വൃത്തി വേറെ വരില്ല. അതെന്ത് തന്നെ നിങ്ങൾ ബാക്കിയുള്ളതിലാക്കിയാലും ആ ഒരു വൃത്തി വരില്ല. ഞാൻ അതാണ് അതേമാതിരി വെയിലത്തൊക്കെ ഉണക്കി വെച്ച് നോക്കി. ഇപ്പൊ നമുക്കിവിടെ വെയിലില്ലാത്തത് കൊണ്ടാണ് ഇത് അങ്ങനെ തുടച്ചിട്ട് വെയിലത്ത് ഉണക്കി വെച്ച് നോക്കി, നല്ല സൂപ്പറായിട്ട് വരും. ഓക്കെ, അപ്പൊ അത് കിടന്ന് തിളക്കട്ടെ. അപ്പോൾ നിങ്ങളും ഇതുപോലെ വൃത്തിയാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയോ വ്ളോഗോ ഇതേമാതിരിയുള്ള ടിപ്പോ വല്ലതുമായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. Vinny's Kitchen.